കർത്താവിന് കൊടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് ചിന്തിക്കുന്നത്. പ്രിയ ജോസുകുട്ടി സാറിനാണ് നമ്മോട് സംസാരിക്കുന്നത്. കർത്താവിന് പണത്തിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ, അതിൽ നമുക്ക് എന്താണ് പങ്കാളിത്തം, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അതിന് നന്മകളുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നത്. പണ്ടൊരു ദൈവദാസൻ പറഞ്ഞതുപോലെ വിശ്വാസികൾക്ക് കൈവറയിൽ വരുന്നത് സാധാരണ തെറ്റുകൾ ചെയ്യുമ്പോഴൊന്നുമല്ല, കർത്താവിന് വേണ്ടി അങ്ങനെ കീശയിൽ നിന്നങ്ങനെ പൈസ എടുത്ത് കൊടുക്കുമ്പോഴാണ് ഏറ്റവും വിറയെന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണോ, അങ്ങനെ ആകുന്നവരാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രിയ ജോസൂട്ടി സാരൻ നമ്മൾ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ നമ്മോട് പറയുന്നതാണ്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുവാനും അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ പ്രിയ മകന് കൃപ ലഭിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതോടൊപ്പം തന്നെ ജോസൂട്ടി സാറിനെ ക്ലാസ്സിനായിട്ട് ക്ഷണിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ജോബി സാറും പറഞ്ഞു. അതുകൊണ്ട് വിഷയം പരിചയപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യം ഇല്ലല്ലോ. മാർട്ടിൻ ലൂഥർ എന്ന ദൈവദാസൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കയ്യിൽ എനിക്കായി സൂക്ഷിച്ചു വച്ചതൊക്കെയും എനിക്ക് നഷ്ടമായി, എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതൊക്കെയും എനിക്കായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ പല കാര്യങ്ങൾ നമ്മളുടെ കൈകളിൽ നമുക്കായിട്ട് സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾക്കായിട്ട് നിലനിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മനുഷ്യരൊക്കെയും അധ്വാനിക്കുന്നു, പണം സമ്പാദിക്കുന്നു, അത് ചിലവാക്കുന്നു, അതിൽ കുറേ അവർ നിക്ഷേപിക്കുന്നു. പല നിലകളിൽ പല സ്ഥലങ്ങളിലാണ് മനുഷ്യർ നിക്ഷേപങ്ങൾ നടത്തുന്നത്. എന്നാൽ മനുഷ്യരുടെ സ്വത്തും അവരുടെ സ്വപ്നങ്ങളും നിക്ഷേപങ്ങളുമൊക്കെ തകർന്നടിയുവാനായിട്ട് അധിക സമയമൊന്നും വേണ്ട. ഓരോ പ്രകൃതി ദുരന്തങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള സത്യം അതാണ്. മനുഷ്യൻ്റെ നിർമ്മിതികളൊക്കെ തകർന്നടിയുന്നത്, മനുഷ്യൻ നിർമ്മിച്ച മതിൽക്കെട്ടുകളൊക്കെ അപ്രസക്തമാകുന്നത്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വേർതിരിവുകൾ അതൊക്കെ ഇല്ലാതാകുന്നതൊക്കെ നമ്മൾ ഈ അടുത്ത നാളിലും കാണുകയുണ്ടായല്ലോ. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിപൂർവവും നിലനിൽക്കുന്നതുമായിട്ടുള്ള നിക്ഷേപം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത് എവിടെയാണ്? കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ വളരെ പ്രസിദ്ധമായിട്ടുള്ള വചനങ്ങളുണ്ടല്ലോ. കർത്താവ് പറഞ്ഞു, ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ കർത്താവിൻ്റെ കാര്യപരിപാടികൾക്കായിട്ട് പണം ചിലവിടുന്നത് അതൊരു നിക്ഷേപമാണ്. അത് ഏറ്റവും ബുദ്ധിപൂർവമായിട്ടുള്ള നിക്ഷേപമാണ്. അത് എന്നേക്കും നിലനിൽക്കുന്ന നിക്ഷേപവുമാണ്. അതിനെ സംബന്ധിച്ച് ഇങ്ങനെ പറയാറുണ്ട്, ഗിവിങ് ഈസ് ആൻ ഇറ്റേണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. കർത്താവിന് കൊടുക്കുന്നത് നിത്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ കർത്താവിന് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് ഈ സെഷനിൽ നമ്മൾ ഒരുമിച്ച് പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. കർത്താവിന് കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം, അത് സംബന്ധിച്ചുള്ള ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ, നമുക്ക് കൊടുക്കുവാനായിട്ട് എങ്ങനെ കഴിയും, അതിനുള്ള വഴികൾ, അതിൻ്റെ അനുഗ്രഹങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത്. ഇത് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു വിഷയമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. എങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ചുരുക്കമായിട്ട് പറയുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. അതിന് ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ആദ്യമേ കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എന്തിനാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത്?
അല്ലെ? സാധാരണ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ദൈവത്തിന് കൊടുക്കുന്നത്? ദൈവത്തിന് നമ്മുടെ പണം ആവശ്യമുണ്ടോ? ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാണ്, സകലത്തിൻ്റെയും ഉടമസ്ഥനാണ്. അങ്ങനെ ഇരിക്കുന്ന ദൈവത്തിന് എന്തിനാണ് നമ്മളുടെ പണം? നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണല്ലോ, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ, അവന് എന്നേക്കും മഹത്വം, ആമേൻ. സകലതും അവനിൽ നിന്നാണ്, അവനാലാണ്, അവങ്കിലേക്കാണ്. അങ്ങനെയുള്ളവനായ ദൈവത്തിന് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? അപ്പോൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതിനെ സംബന്ധിച്ച് നമുക്ക് ശരിയായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ശരിയായ ഒരു മനോഭാവം, ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡ്. എന്തിനാണ് ദൈവത്തിന് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് കൊടുക്കുവാനായിട്ട് നമുക്ക് ലഭിക്കുന്ന വലിയൊരു ഭാഗ്യമാണ്. ദൈവത്തിന് നമ്മുടെ പണം ആവശ്യമൊന്നുമില്ല, നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് വേണം കാര്യങ്ങൾ നടത്താനൊന്നുമില്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പദവിയാണ്, അത് വലിയൊരു ഭാഗ്യമാണ്. അത് ദൈവത്തെ ആരാധിക്കുന്നതാണ്, ദൈവത്തെ ബഹുമാനിക്കുന്നതാണ്. സദൃശ്യവാക്യങ്ങൾ 3:9 നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കൊക്കെ പലർക്കും കാണാതെ അറിയാവുന്ന വാക്യമാണ്, യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കാം. അപ്പം ദൈവത്തെ ബഹുമാനിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ കർത്താവിന് കൊടുക്കുമ്പോൾ നമ്മൾ മഹാരാജാവായിരിക്കുന്ന ദൈവത്തെ ബഹുമാനിക്കുകയാണ്. ദൈവത്തിൻ്റെ ഉടമസ്ഥത, സകലത്തിൻ്റെയും മീതെയുള്ള ദൈവത്തിൻ്റെ ഉടമസ്ഥത നമ്മൾ അംഗീകരിക്കുകയാണ്. ദൈവമേ, സകലതും അങ്ങാണ് നൽകുന്നത്, അങ്ങിൽ നിന്നാണ് ഞാനിത് പ്രാപിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഏറ്റുപറയുകയാണ്. അത് വളരെ ഭാഗ്യമാണ്, അത് വലിയൊരു പദവിയാണ് എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. കർത്താവിന് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഇതൊരു പദവിയാണ് എങ്കിലും സ്വാഭാവികമായിട്ട് മനുഷ്യരായിരിക്കുന്ന നമുക്കങ്ങനെ കൊടുക്കുവാനായിട്ടുള്ള ഒരു താല്പര്യമില്ല. മനുഷ്യരുടെയൊക്കെയും സ്വാഭാവികമായിട്ടുള്ള താല്പര്യം എന്ന് പറയുന്നത് വാങ്ങുവാനായിട്ടാണ്, കൊടുക്കുവാനായിട്ട് അങ്ങനെ പൊതുവെ താല്പര്യമില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ദൈവത്തിൻ്റെ വചനത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള കൽപ്പനകൾ നൽകിയത്. മനുഷ്യരങ്ങനെ കൊടുക്കുവാനായിട്ട് ഇഷ്ടപ്പെട്ട് ദൈവത്തെ ബഹുമാനിച്ച് കൊടുക്കുമായിരുന്നെങ്കിൽ ഈ കൽപ്പനകളുടെ ആവശ്യമില്ലായിരുന്നിരിക്കും. എന്നാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇതിനെ സംബന്ധിച്ചുള്ള കൽപ്പനകളും ധാരാളം പ്രായോഗിക നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ ദൈവം കൽപ്പിച്ചു, സകലത്തിൻ്റെയും 10 ദൈവത്തിന് കൊടുക്കണം എന്ന് ഇസ്രായേൽ മക്കളോട് ദൈവം കൽപ്പിച്ചു. ലേവ്യ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 30-32 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളത് ആകുന്നു. മാടാകട്ടെ ആടാകട്ടെ കോലിൻ കീഴെ കടന്നു പോകുന്ന എല്ലാറ്റിലും 10 യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അങ്ങനെയാണ്. അപ്പോൾ ദശാംശം ദൈവത്തിന് കൊടുക്കണം, അത് ദൈവത്തിന് വിശുദ്ധമാണ് എന്നാണ് ദൈവം കൽപ്പിച്ചത്. അതുമാത്രമല്ല, അത് കൂടാതെ മറ്റ് ചില ദശാംശങ്ങളെക്കുറിച്ചുള്ള കൽപ്പനകളും പഴയ നിയമത്തിൽ നൽകിയുണ്ടായി. ഞാൻ ആ വാക്യങ്ങളെല്ലാം എടുക്കുന്നില്ല. പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നത്, ഭക്തന്മാരായിട്ടുള്ള യഹൂദന്മാർ ദശാംശങ്ങളെല്ലാം കൂടെ കൂട്ടിയാൽ ഏകദേശം 30% അതിൽ കൂടുതലോ അവർ കർത്താവിന് കൊടുക്കുന്നവരായിരുന്നു എന്നാണ്. അതായത് അവരുടെ വരുമാനത്തിൻ്റെ 30% കർത്താവിന് കൊടുത്തിരുന്ന ആളുകളായിരുന്നു പഴയ നിയമത്തിലെ ഭക്തന്മാരായിട്ടുള്ള യഹൂദന്മാർ. അപ്പോൾ ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള കൽപ്പനയ്ക്ക് പുറമെ ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച മറ്റു ചില കാര്യങ്ങളുണ്ട്. ചില ആളുകളെ മറന്നു പോകരുത് എന്ന് ദൈവം അവരോട് പ്രത്യേകമായിട്ട് കൽപ്പിച്ചു. ദൈവം പറഞ്ഞു, നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനെ മറന്നു കളയരുത് എന്ന് പറഞ്ഞു. ആവർത്തന പുസ്തകം 14:27 പിന്നെ പറഞ്ഞു, നിങ്ങളുടെ ഇടയിലുള്ള ദരിദ്രനായ സഹോദരനെ മറക്കരുത്. ആവർത്തനം 15:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ ഇടയിലുള്ള പരദേശി, അനാഥൻ, വിധവ എന്നിവരെ മറക്കരുത്. അത് ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിലാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ഇങ്ങനെ കർത്താവിന് കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള കൽപ്പനകളും നിർദ്ദേശങ്ങളും ദൈവം നൽകിയിട്ടുണ്ടായിരുന്നു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദശാംശം എന്ന ഒരു പ്രയോഗം അങ്ങനെ നമ്മൾ കാണുന്നില്ല. അല്ലെങ്കിൽ കർത്താവിന് കൊടുക്കേണ്ടത് ഇത്ര ശതമാനമാണ് എന്ന നിലയിൽ ഒരു കൽപ്പനയൊന്നും നമുക്ക് പുതിയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ പുതിയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, ന്യായപ്രമാണ യുഗത്തിൽ ജീവിച്ച ആളുകൾ, ദൈവത്തിൻ്റെ ജനം, അവർ മിനിമം 10% കൊടുത്തുവെങ്കിൽ ഈ കൃപായുഗത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾ അതിലും കുറയാനായിട്ട് പാടില്ലല്ലോ.
മിനിമം 10% അവർ കൊടുക്കണം. അങ്ങനെ ഒരു നിബന്ധനയായിട്ട് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിലും ഒരു മിനിമം ലെവല് 10% ആണല്ലോ എന്നതിനെക്കുറിച്ച് പറയാറുണ്ട്. സമ്പത്തിനെക്കുറിച്ചും പണം കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചും ധാരാളം കാര്യങ്ങൾ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ഉപമകളിൽ പലതും പണവുമായിട്ട് ബന്ധപ്പെട്ട ഉപമകളാണ്. കർത്താവ് പറഞ്ഞ അനേക കാര്യങ്ങൾ മനുഷ്യരുടെ പണത്തോടുള്ള മനുഷ്യരുടെ മനോഭാവത്തെയും പണം കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചും പണം നിക്ഷേപിക്കുന്നതിനെ സംബന്ധിച്ചും പണത്തിൻ്റെ മിസ്യൂസിനെ സംബന്ധിച്ചുമൊക്കെയുള്ള അനേക കാര്യങ്ങൾ പറഞ്ഞു. പല ഉപമകളും അതിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, കർത്താവ് വിധവയുടെ വഴിപാടിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു. ധനവാനും ലാസറും ആ ഉപമ കർത്താവ് പറഞ്ഞു. അവിശ്വസ്തനായ ഒരു കാര്യവിചാരകൻ്റെ ഉപമ പറഞ്ഞു. മൂഢനായ ഒരു ധനികൻ്റെ ഉപമ കർത്താവ് പറഞ്ഞു. ഇങ്ങനെ വളരെ കാര്യങ്ങൾ സുവിശേഷങ്ങളിൽ കർത്താവ് ധനത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പണത്തോടും സമ്പത്തിനോടുമുള്ള നമ്മളുടെ മനോഭാവം എന്ന് പറയുന്നത് അത് നമ്മളുടെ ആത്മീയതയുടെ ഒരു പ്രകടനമാണ്. അല്ലെങ്കിൽ വിശ്വാസികളായിരിക്കുന്ന നമ്മളുടെ ആത്മീക പക്വതയുടെ വളർച്ചയുടെയൊക്കെ ഒരു പ്രതിഫലനമാണ്. നമ്മൾ സമ്പത്തിനെ എങ്ങനെയാണ് കാണുന്നത്, പണത്തെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ കർത്താവിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട ആളാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് അവന് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒരിക്കലും ഒരു സുവിശേഷകൻ ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയതായിട്ടുള്ള ഒരു കഥ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. ഒരു സുവിശേഷൻ ഇങ്ങനെ ഒരാളെ കണ്ടുമുട്ടി അദ്ദേഹത്തോട് സംസാരിച്ചു. പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും ഒരു വിശ്വാസിയാന്ന് പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ട ആളാന്ന് പറഞ്ഞു. സുവിശേഷകന് വലിയ സന്തോഷമായി, കാരണം രക്ഷിക്കപ്പെട്ട ഒരാളെയാണല്ലോ കണ്ടത്. അങ്ങനെ അദ്ദേഹം സംഭാഷണം തുടർന്നു. അപ്പം പറഞ്ഞു, ആട്ടെ, നീ രക്ഷിക്കപ്പെട്ട ആളാണെന്നല്ലേ പറഞ്ഞത്, അപ്പം നീ എവിടെയാ, നീ സഭയിൽ പോന്നേ, ഏത് സഭയിലാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞു, സഭയോ, ആ ക്രൂശെ കിടന്ന കള്ളൻ പുള്ളി സഭയിൽ പോയിട്ടാണോ സ്വർഗത്തിൽ പോയത് എന്ന് ചോദിച്ചു. അപ്പോൾ സുവിശേഷം പറഞ്ഞു, അപ്പം നീ സഭയിലൊന്നും പോകുന്നില്ല അല്ലേ? ആട്ടെ, ചോദിക്കട്ടെ, നീ വിശ്വാസിയാണെന്നാണല്ലോ പറഞ്ഞേ, നീ ഒരു സ്നാനപ്പെട്ട വ്യക്തിയല്ലേ എന്ന് ചോദിച്ചു. സ്നാനം എടുത്തില്ലെന്ന് ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞു, ആ ക്രൂശെ കിടന്ന കള്ളൻ അദ്ദേഹം സ്നാനപ്പെട്ടിട്ടാണോ സ്വർഗത്തിൽ പോയേ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, അപ്പം നീ സ്നാനപ്പെട്ടിട്ടും ഇല്ല. ആട്ടെ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നീ കർത്താവിന് ക്രമമായിട്ട് കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു. നീ വിശ്വാസിയാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പം അവൻ പിന്നെ പറഞ്ഞു, ആ ക്രൂശെ കിടന്ന കള്ളൻ അവൻ മുഴുവിക്കാനായിട്ട് സുവിശേഷൻ അനുവദിച്ചില്ല. സുവിശേഷൻ പറഞ്ഞു, എടോ മതി, എനിക്ക് മനസ്സിലായി, ആ ക്രൂശെ കിടന്ന കള്ളനും നീയും തമ്മിലൊരു വ്യത്യാസമേ ഉള്ളൂ. അവൻ മരിച്ചുകൊണ്ടിരുന്ന കള്ളൻ, നീ ജീവിച്ചിരിക്കുന്ന കള്ളൻ എന്ന് പറഞ്ഞു. ഹി വാസ് ദ ഡയിങ് തീഫ്, ബട്ട് യു ആർ എ ലിവിങ് തീഫ് എന്ന് സുവിശേഷകൻ പറയുകയുണ്ടായി. കാരണം വിശ്വാസിയാണ് എന്ന് അവകാശപ്പെടുകയും താൻ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ക്രിസ്തീയ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അനുസരണത്തിൻ്റെ മേഖലകൾ ചെയ്യാതിരിക്കുന്ന ഒരു വിശ്വാസി, അദ്ദേഹം വിശ്വാസിയാണ് എന്ന് ഉള്ള അവകാശവാദം അംഗീകരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നത് അതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ കർത്താവിന് കൊടുക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവവചനം അത് കൽപ്പിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മെ സംബന്ധിച്ച് അത് വലിയൊരു പദവിയാണ്, ഒരു ഭാഗ്യമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം പ്രിയമുള്ളവരെ. തുടർന്ന് കർത്താവിന് കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചില ദൈവവചനത്തിലെ ചില പ്രമാണങ്ങൾ നമുക്ക് പരിശോധിക്കുവാനായിട്ട് സമയമെടുക്കാം. എന്തൊക്കെയാണ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് എന്താണ് പുതിയ നിയമത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന പ്രമാണങ്ങൾ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? മുഖ്യമായിട്ടും 2 കൊരിന്ത്യർ 8-9 അധ്യായങ്ങളിൽ നിന്നുള്ള ചില പ്രമാണങ്ങൾ ഞാൻ എടുത്തു പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. മറ്റ് ചില വാക്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വായിക്കും, എങ്കിലും മുഖ്യമായിട്ടും 2 കൊരിന്ത്യർ 8 അധ്യായവും 9 അധ്യായവും അതിൽ നിന്നുള്ള ചില വാക്യങ്ങളല്ല, ചില നിർദ്ദേശങ്ങളാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യമേ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ആദ്യമേ ഉണ്ടായിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവചനം പറയുകയാണ് കൊടുക്കാനായിട്ടുള്ള ഒരു മനസ്സൊരുക്കം ഉണ്ടായിരിക്കണം.
മനസ്സൊരുക്കം, അതിനെ ദ വില്ലിങ്നെസ് ടു ഗിവ്. കൊടുക്കുവാനായിട്ട് നമുക്ക് മനസ്സ് വേണം, അതിനു വേണ്ടിയിട്ടുള്ളൊരു താല്പര്യം ഉണ്ടാകണം. അങ്ങനെ ഒരു മനസ്സൊരുക്കമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കർത്താവിന് കൊടുക്കുകയുള്ളൂ. എത്ര ധനികനാണ് എങ്കിലും മനസ്സില്ലെങ്കിൽ കൊടുക്കുകയില്ല. എന്നാൽ എത്ര ദരിദ്രനായാലും മനസ്സുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യും. അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. വിധവ അവളുടെ കൈവശമുണ്ടായിരുന്നത് മുഴുവൻ കൊടുത്തത് മനസ്സുള്ളതുകൊണ്ടാണ്. എന്നാൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന ധനികനായ ഒരു യുവാവ് ദുഃഖത്തോടുകൂടി മടങ്ങിപ്പോയത് കൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. അപ്പം മനുഷ്യർക്ക് മനസ്സൊരുക്കം വേണം. കൊടുക്കാനായിട്ടുള്ള ഒരു മനസ്സ്, താല്പര്യം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞു, പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ദൈവം പറഞ്ഞു, യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. നല്ല മനസ്സോടെ തരുന്ന ഏവനോടും. വീണ്ടും പറഞ്ഞു 35, പുറപ്പാട് 35-ന്റെ 21 പറഞ്ഞു, ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവനെല്ലാം സമാഗമന കൂടാരത്തിൻ്റെ പ്രവൃത്തിക്കും അതിൻ്റെ സകല ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു. അപ്പോൾ എന്താണ്? ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവൻ എല്ലാം. അതാണ് പുതിയ നിയമത്തിലെ കൊരിന്ത്യ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 8:12 പറഞ്ഞു, ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. മനസ്സൊരുക്കം, അതാണ് കൊടുക്കാനായിട്ടുള്ള ഒരു ഒരുക്കം വേണം. വീണ്ടുമുണ്ട് കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 9 മനസ്സൊരുക്കത്തെക്കുറിച്ച് വീണ്ടും ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള താല്പര്യം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് കിട്ടണമെന്നാണ്, കിട്ടണം എന്നുള്ളൊരു താല്പര്യം. എന്നാൽ കൊടുക്കുവാനായിട്ട് നമ്മൾ നമ്മളുടെ മനസ്സിനെ ഒരുക്കണം. അതാണ് പറയുന്നത്, ട്രെയിൻ യുവർ മൈൻഡ് ടു ഗീവ്. ഒരുക്കം, ഒരു ട്രെയിനിങ് ആവശ്യമാണ്. ഇത് നമ്മളുടെ സ്വാഭാവിക പ്രവണതയ്ക്ക് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ സ്വാഭാവികമായിട്ടൊന്നും ഇരുന്നാൽ ഞാനങ്ങ് കൊടുക്കും, അങ്ങനെ കൊടുക്കില്ല. കൊടുക്കുവാനായിട്ട് മനസ്സിനെ ശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതല്ലേ മനസ്സിൻ്റെ ഒരുക്കം എന്ന് പറയുന്നത്. D.L. മൂഡി എന്ന് പറയുന്ന ദേവദാസൻ, അദ്ദേഹത്തെക്കുറിച്ച് ഞാനിങ്ങനെ വായിച്ചൊരു സംഭവമുണ്ട്. അദ്ദേഹം ഒരു സഭയിൽ അവിടുത്തെ ചില മുതിർന്ന സഹോദരന്മാരോടുകൂടി ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ അവരന്നത്തെ ആ പ്രാർത്ഥന ഒരു സ്പെഷ്യൽ പ്രെയർ മീറ്റിംഗ് ആണ്. അവർക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ഫണ്ട് വേണം, എന്തോ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് കുറച്ച് ഫണ്ട് വേണം. ആ ഫണ്ട് ലഭിക്കാനായിട്ടാണ് മുഖ്യമായിട്ടും അവരന്ന് പ്രാർത്ഥിക്കുന്നത്. D.L. മൂഡിയും അവിടെ എന്തോ മിനിസ്ട്രിക്ക് വേണ്ടി ചെന്നാണ് അവരുടെ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ആദ്യത്തെ ആൾ പ്രാർത്ഥിച്ചു, കർത്താവ് ആ ഫണ്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ആൾ പ്രാർത്ഥിച്ചു. അപ്പോൾ D.L. മൂഡിക്ക് ഇവർക്ക് ആവശ്യമുള്ള തുക എത്രയാണ് എന്നതിനെ സംബന്ധിച്ച് ഈ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ ഏതാണ്ടൊരു ധാരണ ലഭിച്ചു. മൂന്നാമത്തെ ആളും പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങൾക്കിത് അത്യാവശ്യമാണ്, ദൈവം ഞങ്ങൾക്ക് തരണമേ, വഴി തുറക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ ആൾ പ്രാർത്ഥിച്ച് നിർത്തിയപ്പോഴേക്കും D.L. മൂഡി പറഞ്ഞു, സഹോദരന്മാരെ നിർത്ത്, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ തുക നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഇപ്പം തന്നെ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇവരെല്ലാം ഭയങ്കര ബിസിനസ്സുകാരും സമ്പന്നരുമായിട്ടുള്ള ആളുകളാണ്. ഇപ്പം തന്നെ നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഒരാൾക്ക് ഒരു ചെക്ക് എഴുതി നൽകാവുന്നതേ ഉള്ളൂ ഈ തുക. പിന്നെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന എന്തിനാണ്? നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ, അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇപ്പോൾ പ്രാർത്ഥന നിർത്താം, പകരം നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ആരംഭിക്കാം. വി ക്യാൻ സ്റ്റോപ്പ് പ്രേയിങ് ആൻഡ് വി വിൽ സ്റ്റാർട്ട് പ്രൈസിങ് എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് അവരുടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾക്ക് പോലും കൊടുക്കാൻ സാധിക്കുന്ന ഒരു തുകയ്ക്ക് വേണ്ടി അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കൈവശം ഉണ്ടായിട്ട് അത് കൊടുക്കാതെ, അതിൽ നിന്നെടുക്കാതെ, ദൈവമേ അങ്ങ് പ്രവർത്തിക്കണേ. എന്ത് പ്രവർത്തിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്? അവിടുന്ന് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ, അവിടുന്ന് തരണമേ എന്ന്. പ്രിയമുള്ളവരെ, ദൈവം അങ്ങനെ ആകാശത്തു നിന്ന് അത്ഭുതകരമായിട്ട് മന്ന ഇട്ട് തന്ന പോലെ, ഇതാ മക്കളെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ക്യാഷ് ഞാൻ ഇട്ട് തന്നിരിക്കുന്നു എന്നൊന്നും പറയുന്നില്ല. ദൈവമക്കൾ അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി അവർ മനസ്സോടെ കൊടുക്കുന്നതിലൂടെയാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ നടക്കുന്നത്. അത് കൊടുക്കുവാനായിട്ട് നമ്മൾ മനസ്സില്ല എങ്കിൽ ദൈവത്തെ വെറുതെ പരീക്ഷിക്കുന്നത് എന്തിനാണ്? ഇതൊക്കെയല്ലേ ദൈവത്തെ പരീക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കൊടുക്കുവാനായിട്ടുള്ളൊരു മനസ്സുണ്ടാകണം. മനസ്സുണ്ടെങ്കിലേ നമ്മൾ കൊടുക്കുകയുള്ളൂ. വിശ്വാസികളുടെ പൊതുവേ ഒരു മെൻറ്റാലിറ്റിയെക്കുറിച്ച് ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു,
വിശ്വാസികളുടെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് സ്പോഞ്ച് മെൻറ്റാലിറ്റിയാന്ന് പറഞ്ഞു. സ്പോഞ്ചിൻ്റെ പ്രത്യേകത എന്താ? സ്പോഞ്ച് നമ്മൾ മേശയൊക്കെ തുടയ്ക്കാനൊക്കെ ഈ സ്പോഞ്ച് ഉപയോഗിക്കില്ല. എന്താ അതിൻ്റെ പ്രത്യേകത? ഇങ്ങോട്ട് വലിച്ചെടുക്കും, അബ്സോർബ് ചെയ്യും, തിരിച്ചങ്ങോട്ടൊന്നും കിട്ടില്ല. ഇനി അങ്ങോട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സ്പോഞ്ച് എന്ത് ചെയ്യണം? സ്പോഞ്ച് ഇങ്ങനെ പിഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പുറത്തേക്ക് വരുള്ളൂ. അതാണ് വിശ്വാസികളുടെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞത്. അത് മാറ്റേണ്ടത് ആവശ്യമാണ്. നമുക്കൊരു മനസ്സൊരുക്കം ആവശ്യമാണ്. അങ്ങനെ കർത്താവിന് സന്തോഷത്തോടെ, മനസ്സോടെ, ഉത്സാഹത്തോടെ കൊടുക്കണം. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നല്ലേ നമ്മൾ വായിക്കുന്നത്. കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ പ്രമാണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം നമുക്ക് ഉണ്ടായിരിക്കണം. തീരുമാനപ്രകാരം കൊടുക്കണം. ഗിവ് വിത്ത് എ ഡിസിഷൻ. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞു 9:7, 2 കൊരിന്ത്യർ 9:7 പറഞ്ഞു, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. അപ്പോൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു നിശ്ചയം വേണം, ഒരു തീരുമാനം വേണം. ഞാൻ ദൈവത്തിന് എൻ്റെ വരുമാനത്തിൻ്റെ ഇത്ര ശതമാനം കൊടുക്കും. അതൊരു തീരുമാനമാണ്. ഒരു വ്യക്തി സിംഗിളായിട്ടാണെങ്കിൽ സിംഗിളായിട്ട് എടുക്കണം. വിവാഹിതരാണെങ്കിൽ കുറഞ്ഞ വർഷം ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് തീരുമാനം എടുക്കണം. നമ്മളുടെ വരുമാനത്തിൻ്റെ എത്ര ശതമാനം നമ്മൾ കർത്താവിന് കൊടുക്കും. നമ്മൾ പറഞ്ഞല്ലോ 10% എന്ന് പറയുന്ന ഒരു മിനിമം ലെവലാണ്, അതിൽ കുറയരുത്. 10 ആണെങ്കിൽ 10 സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ടിങ് പോയിന്റ് 10 ആകട്ടെ. അവർ ഒരുമിച്ച് തീരുമാനിക്കുകയാണ് എത്ര ശതമാനം നമ്മൾ കൊടുക്കും. അങ്ങനെ തീരുമാനിച്ച് ആ തീരുമാനപ്രകാരം കൃത്യമായിട്ട് നമ്മുടെ വരുമാനമൊക്കെ രേഖപ്പെടുത്തി വെച്ച് കൊടുക്കുന്നതിൻ്റെയും കണക്കൊക്കെ സൂക്ഷിച്ച് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ എന്നാണ്. അല്ലാതെ അനേക വിശ്വാസികളുടെ രീതി എന്താണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന ആളുകളാണ്. ഇങ്ങനെ പറയാറുണ്ട്, കൊടുക്കുന്ന ആളുകളെ 4 ഗ്രൂപ്പായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. കൊടുക്കുന്ന ആളുകളെ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പേര് നത്തിങ് ഗിവേഴ്സ് എന്നാണ്. നത്തിങ് ഗിവേഴ്സ്, ഒന്നും കൊടുക്കാത്തവർ. അവരൊന്നും കൊടുക്കില്ല. അവർ വിചാരിക്കുന്നു, ഞാൻ എന്നാ കൊടുക്കാനാ, എൻ്റെ കയ്യിൽ എന്നാ ഉള്ളത്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ കൊടുത്തിട്ട് വേണം കർത്താവിൻ്റെ കാര്യങ്ങൾ എന്താണ്. അവരുടെ മെൻറ്റാലിറ്റി അതാണ്, നത്തിങ് ഗിവേഴ്സ്. ഒരു കുറഞ്ഞ ശതമാനം വിശ്വാസികൾ ആ ഗണത്തിൽ പെടും എന്നത് ഒരു സത്യമാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം വിശ്വാസികളും വീഴുന്ന ഒരു വിഭാഗമാണ്. അവരുടെ വിഭാഗം സംതിങ് ഗിവേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുന്നവർ. അവർ കൊടുക്കും കേട്ടോ, എന്തെങ്കിലും കൊടുക്കും. ഓഫറിങ്ങിൻ്റെ സഞ്ചി കയ്യിൽ വരുമ്പോഴാണ് അവർ ഓർക്കുന്നത്. അന്നേരം അവർ കീശയിൽ കയ്യിലും കിട്ടുന്നത് കൊടുക്കും. പിന്നെ വലിയ നോട്ടൊന്നും കീശയിൽ വരാതിരിക്കാനായിട്ട് രാവിലെ അവർ പ്രത്യേകം ശ്രദ്ധിച്ച് അതൊക്കെ ചിലപ്പം പാൻസിൻ്റെ കീശയിലൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ സംതിങ് ഗിവേഴ്സാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവർ കൊടുക്കും. അങ്ങനെയുള്ള ആളുകളാണ്. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഓവർ ഗിവേഴ്സ്. അതാണ് ബാക്കി വരുന്നത് കൊടുക്കുന്നവർ. ബാക്കി വരുന്നത് കൊടുക്കുന്നവർ എന്താണ്? അവരിങ്ങനെ ശമ്പളം കിട്ടുമ്പോൾ അല്ലെങ്കിൽ കൂലി കിട്ടുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു 100 കൂട്ടം ചിലവിൽ എന്തെല്ലാം ബില്ലുകളാണ് അടയ്ക്കാനുള്ളത്. ആ ബില്ല്, ഈ ബില്ല്, ഫീസ്, കടയിലെ ചിലവ്, ഇതെല്ലാം, ഗ്യാസ്, ടെലിഫോൺ ബില്ല്, കറണ്ട് ബില്ല്, ഇതെല്ലാം അഴിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കർത്താവിന് കൊടുക്കും. അതാണ് ലെഫ്റ്റ് ഓവർ ഗിവേഴ്സ് എന്ന് പറയുന്നത്. മിക്കവാറും ഒന്നും ബാക്കി ഉണ്ടാകുകയില്ല. അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയാണോ ചെയ്യേണ്ടത്? നമ്മളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ നമ്മൾ ആ ഗസ്റ്റിന് ലെഫ്റ്റ് ഓവർ കൊടുക്കുമോ? ബാക്കി വന്നത് കൊടുക്കുമോ? നമ്മൾ എന്താ ചെയ്യുന്നത്? യഹോവയെ നിൻ്റെ ബാക്കി വന്നതുകൊണ്ട് ബഹുമാനിക്കാനാണോ പറഞ്ഞത്? യഹോവയെ നിൻ്റെ ധനം കൊണ്ടും നിൻ്റെ എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കാനായിട്ടാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് ഓവർ ഗിവേഴ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ കർത്താവിന് കൊടുക്കും, അല്ല അത് മതി എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ്. നാലാമത്തെ ഗ്രൂപ്പ് ആളുകൾ എന്ന് പറയുന്ന അവരുടെ പേര് പ്ലാൻഡ് ഗിവേഴ്സ്, അല്ലെങ്കിൽ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തീരുമാനമെടുത്ത് തീരുമാനപ്രകാരം കൊടുക്കുന്ന ആളുകളാണ്. അവരെ കൊടുക്കൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതാണ് പ്ലാൻഡ് ഗിവേഴ്സാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് അങ്ങനെയാണ്, ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ, ഓരോരുത്തൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ, തീരുമാനമെടുത്തതുപോലെ കർത്താവിന് കൊടുക്കട്ടെ എന്നാണ്. ഇത് നമുക്കുണ്ടാകേണ്ട വലിയൊരു ഹാബിറ്റാണ് പ്രിയമുള്ളവരെ. എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഞായറാഴ്ച ഓഫറിങ്ങിൻ്റെ സമയത്ത് കർത്താവിന് എടുത്തു കൊടുക്കുകയല്ല. കർത്താവ് തരുന്നതിൽ നിന്ന് ഞാൻ നിശ്ചിത തുക, നിശ്ചിത ശതമാനം കർത്താവിന് നൽകും എന്ന വ്യക്തമായ ഒരു തീരുമാനം നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയെന്ന് വിചാരിച്ചാൽ, നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ
ഇപ്പോൾ ഇത് 2024 2023 നിങ്ങളുടെ ആകെ വരുമാനം എത്രയായിരുന്നു? അതിൽ എത്ര തുക നിങ്ങൾ കർത്താവിന് കൊടുത്തു? ആ കൊടുത്ത തുക നിങ്ങളുടെ വരുമാനത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ പറയാനായിട്ട് സാധിക്കുമോ? പറയാനായിട്ട് സാധിക്കുമെങ്കിൽ കണക്ക് സൂക്ഷിക്കണം, വരുമാനത്തിൻ്റെ കണക്ക് സൂക്ഷിക്കണം, കൊടുക്കുന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ തീരുമാനം ഉണ്ടായിരിക്കണം. ആ തീരുമാനപ്രകാരം തീരുമാനം എടുത്താൽ മാത്രം പോരാ, അത് കൊടുത്തോ എന്നതിനെ സംബന്ധിച്ചുള്ള കണക്കൊക്കെ സൂക്ഷിച്ചാലേ പറയാനായിട്ട് സാധിക്കുള്ളൂ. അത് നല്ല കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രമാണമാണ്. വില്യം കോൾഗേറ്റ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ദൃഷ്ടാന്തം പറയാതിരിക്കുവാനായിട്ട് സാധിക്കില്ല. വില്യം കോൾഗേറ്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ലേ? നമ്മൾ രാവിലെ പല്ല് തേക്കാനായിട്ട് ഉപയോഗിക്കുന്ന പേസ്റ്റ് ഏതാ? മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്ന കോൾഗേറ്റാണ്. എങ്ങനെ ഈ കോൾഗേറ്റ് എന്ന് പേര് വന്നതെന്നറിയാം? വില്യം കോൾഗേറ്റ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ കോൾഗേറ്റ് ആരംഭിച്ചത്, കോൾഗേറ്റ് കമ്പനി ആരംഭിച്ചത്. അതുകൊണ്ടാണ് കോൾഗേറ്റ് എന്ന് പറയുന്ന ഈ പേസ്റ്റിന് ആ പേര് വന്നത്. അദ്ദേഹം ആരംഭിച്ചത് പേസ്റ്റ് അല്ല, ടൂത്ത് പേസ്റ്റ് അല്ല, അദ്ദേഹം ആരംഭിച്ച ഒരു സോപ്പ് കമ്പനിയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കഥയുണ്ട്, ഒരു സംഭവമുണ്ട്. എന്താണെന്നറിയാമോ? വില്യം കോൾഗേറ്റ് ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ 16 വയസ്സാണെന്ന് തോന്നുന്നു, അദ്ദേഹം വീട്ടിലെ ദാരിദ്ര്യ നിമിത്തം പഠിത്തം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അദ്ദേഹം പട്ടണത്തിലേക്ക് ഒരു ജോലി തേടി പോവുകയാണ്. വില്യം കോൾഗേറ്റ് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹം അങ്ങനെ നടന്ന് ഒരു നദി കടക്കേണ്ടതായിട്ടുണ്ട്. നദിയിൽ ഒരു കനാൽ, വലിയൊരു കനാൽ കടക്കേണ്ടതായിട്ടുണ്ട്. അത് ബോട്ടിലാണ് അത് ക്രോസ് ചെയ്യേണ്ടത്. വില്യം കോൾഗേറ്റ് അങ്ങനെ ഒരു ബോട്ടിൽ കയറി അങ്ങനെ നദി ഈ കനാൽ കുറുകെ കിടക്കുകയാണ്. അപ്പോൾ ഈ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ വില്യമിനെ അറിയാം. അദ്ദേഹം ചോദിച്ചു, വില്യം നീ എവിടെ പോവുകയെന്ന് ചോദിച്ചു. അപ്പം ചുരുക്കമായിട്ട് സംഭവമൊക്കെ പറഞ്ഞു, ഞാൻ ഒരു ജോലി അന്വേഷിച്ച് പട്ടണത്തിലേക്ക് പോവുകയെന്ന് പറഞ്ഞു. നിനക്ക് എന്ത് ജോലി അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് സോപ്പ് നിർമ്മിക്കാനായിട്ട് അറിയാം, സോപ്പ് മേക്കിംഗ്. അവരുടെ ഒരു കുടിൽ വ്യവസായം ഉണ്ടായിരുന്നു, എനിക്ക് സോപ്പ് നിർമ്മിക്കാൻ അറിയാം. ഏതെങ്കിലും സോപ്പ് കമ്പനിയിൽ ഒരു ജോലി കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്യാപ്റ്റൻ, ഈ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ, അദ്ദേഹം ഒരു വിശ്വാസിയാണ്, അദ്ദേഹം ഒരു പ്രായമുള്ള ആളാണ്. അദ്ദേഹം അവിടെ അക്കരെ എത്തിയതിന് ശേഷം പറഞ്ഞു, മകനെ വില്യം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹം അവിടെ നിന്ന് ഈ വില്യമിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹം അവനോട് പറഞ്ഞു, മകനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും, പക്ഷേ ഒരു കാര്യം നീ മനസ്സിൽ സൂക്ഷിക്കണം, ദൈവം നിനക്ക് തരുന്നതിൽ നിന്ന് കൃത്യമായും നീ ദൈവത്തിന് കൊടുക്കണം, മറക്കരുത് എന്ന് പറഞ്ഞു. അവനങ്ങനെ പോയി പട്ടണത്തിൽ അലഞ്ഞു. ഒരു ചെറിയൊരു സോപ്പ് കമ്പനിയിൽ ഒരു ചെറിയൊരു ജോലി ലഭിച്ചു. ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ മനസ്സിലുണ്ടായിരുന്നു, തുച്ഛമായ വരുമാനം. പക്ഷേ ആ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് 10% വില്യം മാറ്റിവെച്ച് കർത്താവിന് കൊടുത്തു. ചുരുക്കി പറയുകയാണ്, ചില വർഷങ്ങൾ കടന്നു, കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ജോലി കിട്ടി. 10% എന്നുള്ളത് വില്യം 12% വീണ്ടും വർദ്ധിച്ചു, 13% ചില വർഷങ്ങൾക്ക് ശേഷം വില്യം സ്വന്തമായിട്ട് ഒരു സോപ്പ് കമ്പനി തുടങ്ങി, വളരെ എളിയ നിലയിലുള്ള ഒരു സോപ്പ് കമ്പനി. അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ എന്നെ അനുസരിച്ച് ഇൻ പ്രൊപ്പോർഷൻ ടു യുവർ ബ്ലെസ്സിങ് ഞാൻ അങ്ങേക്ക് തരുന്നതാണ്, എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ചുരുക്കി പറയാം, വില്യമിനെ ദൈവം അനുഗ്രഹിച്ചു. 10 തുടങ്ങി 12, 13, 15, 20, 25. വില്യം കോൾഗേറ്റ് മരിക്കുന്ന സമയത്ത് കോൾഗേറ്റ് കമ്പനി എന്ന് പറയുന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയായി മാറി. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വായിച്ച്, അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ 90% കർത്താവിന് കൊടുത്തു. എന്നിട്ട് ബാക്കിയുണ്ടായിരുന്ന 10% തന്നെ വലിയൊരു എമൗണ്ട് ആയിരുന്നു എന്നാണ്. വില്യം കോൾഗേറ്റ് നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഈ കോൾഗേറ്റ് പേസ്റ്റൊക്കെ തുടങ്ങിയത് 1806 1806 കോൾഗേറ്റ് കമ്പനി തുടങ്ങിയത്. 1873 ആദ്യത്തെ ടൂത്ത് പേസ്റ്റ് ഇറക്കിയത്. 1873 വില്യം കോൾഗേറ്റ് വളരെ ഔദാര്യമായിട്ട് ദാനങ്ങൾ ചെയ്തു. മിഷൻസിന് വേണ്ടിയിട്ട്, സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ട്, കോളേജുകൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാമോ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കോളേജ് തന്നെയുണ്ട്, കോൾഗേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ബഹുമാനാർത്ഥം തുടങ്ങിയിട്ടുണ്ട്. വില്യം കോൾഗേറ്റിൻ്റെ ഈ കഥ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള, ചലഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കഥയാണ്. വീണ്ടും അദ്ദേഹത്തിൻ്റെ കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള മൂന്നാമതൊരു പ്രമാണം എന്ന് പറയുന്നത്, നമ്മൾ ഔദാര്യമായിട്ട് കൊടുക്കണം. അതാണ്
കൊടുക്കുന്നതിൻ്റെ മിനിമം ലെവൽ 10% നമ്മൾ പറഞ്ഞു. അങ്ങനെയല്ല, അതിൽ തന്നെ അങ്ങനെ എന്ന് നിൽക്കുകയല്ല. നമ്മൾ കർത്താവിന് കൊടുക്കുമ്പോൾ ഔദാര്യമായിട്ട് കൊടുക്കണം. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, സഹോദരന്മാരെ, മക്കതോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. ധാരാളം ഔദാര്യം. മക്കതോനിയ സഭകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എന്നറിയാമോ? മക്കതോനിയ സഭ ഗ്രീസിനെ 2ആയിട്ട് അങ്ങനെ വിഭാഗിച്ചാൽ ഗ്രീസിൻ്റെ ഒരു ഭാഗം അറിയപ്പെട്ടിരുന്നത് മക്കതോനിയ അല്ലെങ്കിൽ മാസഡോണിയ എന്നാണ്. അതിൻ്റെ താഴ്ഭാഗം മുഴുവനായിട്ട് അറിയപ്പെട്ടിരുന്നത് അഖായ എന്നാണ്. അപ്പം മക്കതോനിയ പ്രദേശത്തുണ്ടായിരുന്ന സഭകളാണ് മക്കതോനിയ സഭകൾ എന്നറിയപ്പെടുന്നത്. അത് ഫിലിപ്പി, തെസലോനിക്ക, ബെറിയ, ഈ 3 സഭകളാണ് മക്കതോനിയ സഭകൾ. അവർ വലിയ ദാരിദ്ര്യത്തിലായിരുന്നു, റോമൻ ആധിപത്യത്തിലാണ്. റോമാക്കാർ അവരുടെ മേൽ ചുമർത്തിയത് അതിഭയങ്കരമായിട്ടുള്ള ടാക്സാണ്. അതുമാത്രമല്ല, അവരുടെ വരുമാന മാർഗങ്ങൾ, വ്യവസായങ്ങളൊക്കെ റോമാക്കാർ പിടിച്ചെടുത്തു. അതും കൂടാതെ യുദ്ധങ്ങൾ ഏൽപ്പിച്ച ക്ഷതം, ഇപ്പോൾ വിശ്വാസികൾ വിശ്വാസത്തിലേക്ക് വന്നതിൻ്റെ പേരിലുള്ള പീഡനങ്ങൾ, ഇതെല്ലാം കൂടെ മക്കതോനിയ വിശ്വാസികൾ വലിയ ദാരിദ്ര്യത്തിലാണ്. പക്ഷേ ആ ദാരിദ്ര്യത്തിൻ്റെ സമയത്ത് അപ്പസ്തോലനായ പൗലോസ് യെരുശലേമിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരു ധർമ്മശേഖരം ആരംഭിച്ചപ്പോൾ മക്കതോനിയ സഭകളെക്കുറിച്ച് പറയാണ്, അവരുടെ മഹാദാരിദ്ര്യത്തിലും അവർ ധാരാളം ഔദാര്യം കാണിച്ചു. അവർ ഔദാര്യപൂർവ്വം കൊടുത്ത ആളുകളാണ്. അതാണ്. അപ്പം കർത്താവിന് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു മിനിമം ലെവലിൽ അങ്ങ് കൊടുക്കുന്നു എന്നല്ല, അതിലുപരിയായിട്ട് കൊടുക്കുന്നതിൽ ഔദാര്യം വേണം എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 2 കൊരിന്ത്യർ 9:6 വായിക്കുന്നത്, എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുമെന്ന് ഓർത്തുകൊള്ളുവിൻ. കൊടുക്കുന്നൊരു വിതയാണ്. അതാ പറയുക, ഒരു വിതയാണ്. ലോഭമായിട്ട് വിതച്ചാൽ ലോഭമായിട്ട് കൊയ്യും. 1 കിലോ വിത്ത് കൊണ്ട് വിതച്ചിട്ട് കൊയ്ത്തിൻ്റെ കാലത്ത് പിന്നെ 1 കിണ്ടൽ വിത്ത് വിതച്ച ആളുടെ അത്രയും കൊയ്യണമെന്ന് പറഞ്ഞാൽ കേട്ടില്ല. ഒരു കൊയ്ത്തിൻ്റെയും വിതയുടെയൊക്കെ പ്രമാണമാണ്. ലോഭമായിട്ടാണ് വിതയ്ക്കുന്നത്, നിങ്ങൾ കൊയ്യുന്നൊരു സമയമുണ്ട്, അപ്പോൾ ലോഭമായിട്ട് കൊയ്യും. ധാരാളമായിട്ട് വിതച്ചാൽ ധാരാളമായിട്ട് കൊയ്യും എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പം ഇതൊരു ക്രിസ്തീയ ഗുണമാണ്. ജനറോസിറ്റി, ഔദാര്യം എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ ഗുണമാണ്. സമ്പത്ത് ഉള്ളതുകൊണ്ട് മാത്രം ഔദാര്യം കാണിക്കണമെന്നില്ല, യാതൊരു നിർബന്ധവും ഇല്ല. സമ്പത്ത് ഇല്ലാത്തത് കൊണ്ട് ഔദാര്യം കാണിക്കുകയില്ല എന്നുമില്ല. ഇല്ല, അത് വ്യക്തികളെ സംബന്ധിച്ചും സഭകളെ സംബന്ധിച്ചും അത് വാസ്തവമാണ്. മക്കതോനിയ സഭകളെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ്. ഇന്നും നമ്മളുടെ സഭകളാണ്. ഒരു സഭ സാമ്പത്തികമായിട്ട് വളരെ ശേഷിയുള്ള അല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ള ആളുകളുള്ള ഒരു സഭയാണ് എന്നതുകൊണ്ട് മാത്രം ആ സഭ ധാരാളമായിട്ട് കൊടുക്കുന്ന ഒരു സഭയാകണമെന്നില്ല. സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കമുള്ളതാണെങ്കിലും ചിലപ്പോൾ അവർ ഔദാര്യമായിട്ട് കൊടുത്തു എന്നും വരാം. അതൊരു ഗുണമാണ്, അല്ലേ? അപ്പം നമ്മൾ കൊടുക്കുന്നത് പോലെ നമ്മൾ കൊയ്യും എന്നാണ് കർത്താവ് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 6:38 കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞു, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും. ഒരു കർഷകൻ്റെ ഒരു കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചാണ്. അപ്പോൾ ഒരു കർഷകൻ, അദ്ദേഹത്തിന് അടിക്കടി അഭിവൃദ്ധിപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ അയൽക്കാർക്കൊക്കെ ഇദ്ദേഹത്തോട് ഭയങ്കര അസൂയ. കാരണം ഇവർ എത്ര കഠിനാധ്വാനം ചെയ്തിട്ട് ഇവർക്കൊന്നും വലിയ അഭിവൃദ്ധിയൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവരെ ഒരിക്കലും കർഷകനോട് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു, ഇതിൻ്റെ സീക്രട്ട്, നിനക്ക് ഭയങ്കര അടിക്കടി പുരോഗതിയാണല്ലോ, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെതായ നാടൻ ഭാഷയിൽ പറഞ്ഞു, ഞാൻ എൻ്റെ കോരിക നിറച്ചെടുത്ത് ദൈവത്തിന് കൊടുക്കും. കോരിക എന്ന് പറയുന്ന ഒരു അളവ് പാത്രം. ഞാൻ എൻ്റെ കോരിക അങ്ങനെ നിറച്ചെടുത്ത് ദൈവത്തിന് കൊടുക്കും. ദൈവത്തിൻ്റെ കോരിക നിറച്ചെടുത്ത് എനിക്കും തരും. പിന്നെ ദൈവത്തിൻ്റെ കോരിക ഇച്ചിരി വലിയ കോരികയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അളക്കുന്ന അളവിനാൽ തന്നെ നമുക്കും അളന്ന് കിട്ടും. കൊടുക്കുന്നതിൽ നമുക്കൊരു ഔദാര്യം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ വിചാരിക്കുന്നു നമ്മളുടെ മക്കളെ ആണെങ്കിലും നമ്മളത് ശീലിപ്പിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാതാപിതാക്കൾ അങ്ങനെ കൊടുക്കുമ്പോൾ, കർത്താവിന് കൊടുക്കുമ്പോൾ, സാധാരണ ആളുകൾ കൊടുക്കുന്ന ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ഞായറാഴ്ച ഓഫറിങ് ഇടാനായിട്ട് ഒരു കുടുംബം തീരുമാനിക്കുകയാണ്, ഇത്ര രൂപ നമുക്ക് ഓഫറിങ് ഇടണം. സാധാരണ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പിള്ളേരുടെ കയ്യിൽ 10 രൂപ കൊടുക്കും. മിക്കവാറും വീട്ടിലെ അപ്പൻ
ഇപ്പോൾ ഉദാഹരണത്തിന് 500 1000 ആണ് ഇടുന്നെങ്കിൽ അത് അദ്ദേഹം അങ്ങിടും, ഈ പിള്ളേരുടെ കയ്യിലായിരിക്കും ഇത് കൊടുക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം എന്നാന്ന് ചോദിച്ചാൽ ഇടയ്ക്കെങ്കിലും ഒന്ന് തിരിച്ച് ചെയ്യുന്നത് നല്ലതാണ്. പിള്ളേരുടെ കയ്യിൽ ഈ വലിയ നോട്ടങ്ങ് കൊടുക്കുക, അമൗണ്ട് കൂട്ടുമൊന്നും വേണം, കൊടുക്കാൻ തീരുമാനിച്ചു മതി. ഈ ചെറിയ അമൗണ്ട് നമ്മളും അങ്ങ് ഇട്ടേക്കുക, ആരും കാണുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ പിള്ളേർക്ക് ഒരു ഇതുണ്ടാവും, എന്താണ്, അല്ലെങ്കിൽ അവൻ വിചാരിക്കും സ്കൂളിൽ ഫീസ് കൊണ്ടുപോകുമ്പോൾ വലിയ നോട്ട് 500 നോട്ട്, കടയിൽ പോകുമ്പോൾ 500 നോട്ട്, സ്തോത്ര കാഴ്ച ഇടുമ്പോൾ 10 രൂപ. അതാണ് അവൻ്റെ മനസ്സിൽ കിട്ടുന്ന പിക്ചർ. ആ പിക്ചറൊക്കെ ഒന്ന് മാറ്റി കർത്താവിന് കൊടുക്കുമ്പോൾ നമ്മൾ ഈ വലിയ നോട്ടും കർത്താവിന് കൊടുക്കാനായിട്ട് കൊള്ളും എന്നുള്ള കാര്യമൊക്കെ ഒന്ന് പിള്ളേരെയൊക്കെ ഒന്ന് പരിശീലിപ്പിക്കുന്നത് നല്ലതാണ്. ഒരു കാര്യം കൂടെ കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള പ്രമാണമായിട്ട് പറയട്ടെ, അത് ത്യാഗപൂർവം കൊടുക്കുക എന്നാണ്. സാക്രിഫിഷ്യൽ ഗിവിങ് എന്ന് പറയും, ത്യാഗപൂർവം കൊടുക്കണം. മക്കതോനിയ സഭകളുടെ ഉദാഹരണത്തിൽ നിന്ന് തന്നെ പൗലോസ് അത് എടുത്തു പറയുന്നുണ്ട്. അവർ മഹാദാരിദ്ര്യത്തിലായിരുന്നു. മഹാദാരിദ്ര്യം എന്നാണ് പറയുന്നത്, ഡീപ്പ് പോവർട്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്, മഹാദാരിദ്ര്യത്തിലാണ്. അവർ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അങ്ങനെ പൗലോസ് പറയുന്നേ. അവർ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെ. എങ്ങനെ ഈ പ്രാപ്തിക്ക് മീതെ കൊടുക്കുന്നത്? പ്രാപ്തി പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പ്രാപ്തിക്ക് മീതെ എങ്ങനെ കൊടുക്കുന്നത് അല്ലേ? അവർ മഹാദാരിദ്ര്യത്തിലല്ലേ? അപ്പോൾ അതാണ് ത്യാഗപൂർവമായിട്ടുള്ള കൊടുക്കൽ എന്ന് പറഞ്ഞാൽ, സാക്രിഫിഷ്യലായിട്ടുള്ള ഗിവിങ് ആണ്. മക്കതോനിയിലെ വിശ്വാസികൾ അവർ കൊടുത്തപ്പം അവരുടെ ഉപജീവനം മുഴുവൻ എടുത്തിട്ടായിരിക്കും കൊടുത്തത്. അവർ മഹാദാരിദ്ര്യത്തിലാണ്, അവരവരുടെ ഉപജീവനത്തിന് വേണ്ടി, സർവൈവലിന് വേണ്ടിയിട്ട് വെച്ചതും കൂടെ എടുത്ത് കൊടുത്തണം. അയ്യോ, വിശുദ്ധന്മാർക്ക് വേണ്ടി ശേഖരിക്കുന്ന ധർമ്മശേഖരമല്ലേ, ഇതിൽ നമ്മൾ കൊടുക്കണം. അവരങ്ങനെയാണ്, സാക്രിഫിഷ്യലായിട്ട് അവർ കൊടുത്തത് പൗലോസ് നിർബന്ധിച്ചിട്ടൊന്നുമല്ല. ആ 8-ാം അധ്യായം വായിക്കണം കേട്ടോ. പൗലോസ് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഇവരുടെ മഹാദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ അറിഞ്ഞിട്ട് പൗലോസ് അവരോട് ചോദിച്ചില്ല. അവരെ ഈ ധർമ്മകാര്യത്തിൽ, ഈ ഫണ്ട് ശേഖരണത്തിൽ ഉൾപ്പെടുത്താൻ തന്നെ പൗലോസിന് ഒരുപക്ഷെ താല്പര്യമില്ലായിരുന്നു. അവർ വളരെ താല്പര്യപൂർവ്വം ഞങ്ങളോട് അപേക്ഷിച്ചു. അവരെ പറയുന്നത്, അയ്യോ ഞങ്ങളെങ്ങനെ ഒഴിവാക്കരുത്, അവരങ്ങോട്ട് അപേക്ഷിച്ചു. ഇത് ഞങ്ങളുടെ ഒരു പ്രിവിലേജാണ്, ഞങ്ങൾക്ക് ഇതിൽ പങ്കാളിത്തം വേണം. അപ്പം പൗലോസ് വിചാരിച്ചു, ഞങ്ങൾ വിചാരിച്ചതുപോലെ അല്ലാന്നാണ് പറഞ്ഞേ. പൗലോസ് വിചാരിച്ചാണ് അവർ വന്നാൽ എന്തെങ്കിലും ഒരു പങ്കാളിത്തം തരട്ടെ. അവരെ എല്ലാം അങ്ങോട്ട് സർപ്രൈസ് ആക്കി കളഞ്ഞു. എന്താണ്, അവർ പ്രാപ്തിക്ക് മീതെ അവർ കൊടുത്തു എന്നാണ്. അപ്പം എന്താണ് ഇങ്ങനെ ത്യാഗപൂർവ്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അത് കൊടുക്കലിൻ്റെ ഒരു ലെവലാണ് കേട്ടോ, ഒരു കൊടുക്കലിൻ്റെ ലെവലാണ്. നമ്മളുടെ പക്കൽ ധാരാളം പണം ഉണ്ടായിരിക്കെ ആ പണത്തിൽ നിന്ന് എടുത്ത് കർത്താവിന് കൊടുത്താൽ, ഒരു പക്ഷേ വലിയൊരു എമൗണ്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്, അവിടെ ഒന്നും സാക്രിഫൈസ് ഇല്ല. എന്താ ത്യാഗമുള്ളത്? ത്യാഗമുണ്ടോ? കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ കാശുണ്ട്, ആ കാശിൽ നിന്ന് ഒരു എമൗണ്ട് എടുത്ത് അങ്ങ് കൊടുത്തു, അവിടെ ത്യാഗമൊന്നും സഹിച്ചിട്ടൊന്നുമില്ല. അപ്പം നിങ്ങളുടെ സുഖമോ നിങ്ങളുടെ സൗകര്യമോ ഒന്നും വെടിഞ്ഞില്ല എങ്കിൽ, കൊടുത്തത് നിമിത്തം നിങ്ങൾക്കൊരു നഷ്ടവും സംഭവിച്ചില്ല എങ്കിൽ, കൊടുത്തത് നിമിത്തം നിങ്ങൾ വിശപ്പ് അനുഭവിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ പദ്ധതികളൊന്നും നടക്കാതെ വന്നിട്ടില്ല എങ്കിൽ, അവിടെ ത്യാഗമില്ല. എന്നാൽ ത്യാഗപൂർവം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഈ ഒരുപക്ഷെ കൊടുത്തത് നിമിത്തം നമ്മളുടെ ചില പദ്ധതികളങ്ങ് വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ കൊടുത്തത് നിമിത്തം നമ്മൾ ചിലപ്പം വിശപ്പ് അനുഭവിക്കേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നഷ്ടമോ കഷ്ടമോ വന്നു, അവിടെയാണ് ത്യാഗം, സാക്രിഫൈസ് എന്ന് പറയുന്നത്. ആ വിധവയെക്കുറിച്ച് പറഞ്ഞപ്പം കർത്താവ് പറഞ്ഞു, കർത്താവ് അങ്ങനെയാണ്. പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. അതാണ് കർത്താവിന് 100% കൊടുത്ത ഒരു വ്യക്തി. ആരാന്നറിയോ? വിധവയാണ്. നമ്മൾ 10%-ത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, 10%-ത്തിൻ്റെ കാര്യത്തിൽ പോലും ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പോഴിതായിട്ട് ഒരു വിധവ 100% കർത്താവിന് കൊടുത്തു. 2 കാശിൽ 1 കാശ് അവൾക്ക് എടുത്ത് വെക്കത്തില്ല. നാളത്തേക്ക് 1 കാശ് എടുത്ത് വെച്ച് ആരെങ്കിലും കുറ്റം പറയുമോ? 50% അങ്ങ് കൊടുത്തേക്കാം, 1 കാശ് മാറ്റി വെച്ചേക്കാം. അവളത് ചെയ്തില്ല. അവൾ നേരത്തെ നമ്മൾ കേട്ടതുപോലെ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു പറഞ്ഞാൽ, വിശ്വാസത്താൽ കൊടുത്ത, വിശ്വാസത്താൽ ജീവിച്ച ഒരു സ്ത്രീയാണ്, 100% കൊടുത്ത സ്ത്രീയാണ്. അപ്പം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഇങ്ങനെ ഒരു ലെവലിൽ എപ്പോഴെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ത്യാഗപൂർവമായിട്ടുള്ളൊരു കൊടുക്കൽ, അല്ലെങ്കിൽ
ഇങ്ങനെയാണ് ഒരാൾ ചോദിച്ചത്, ഒരു ദൈവദാസൻ ഇങ്ങനെയാണ് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ ചോദിച്ചത്, ഡസ് യുവർ ഗിവിങ് കോസ്റ്റ് യു എനിത്തിങ്? നിങ്ങളുടെ കൊടുക്കൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? അതാണ്, ബാധിച്ചിട്ടുണ്ടോ? ഒരു രീതിയിലും എന്നെ ബാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ ത്യാഗത്തെക്കുറിച്ചൊന്നും പറയേണ്ട, ആ ലെവലൊന്നും വന്നിട്ടില്ല എന്നാണ്. ത്യാഗപൂർവമായ കൊടുക്കലിനെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു വായിച്ച ഒരു സംഭവ കഥ ഞാൻ പറയാം. ഒരു ചൈനക്കാരനായ കുട്ടിയുടെ കഥയാണ്. ഈ കുട്ടിയും കുടുംബവും മനീലയിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ചൈനയിലെ യുദ്ധം നിമിത്തം അവിടെയുള്ള ചൈനക്കാർ വലിയ ദുരിതത്തിലാണ് എന്നറിഞ്ഞ് മനീലയിലുള്ള ചൈനക്കാർ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് സ്വരൂപിക്കുകയാണ്. ഇപ്പം നമ്മൾ വയനാട് റിലീഫ് ഫണ്ട് സ്വരൂപിക്കുന്ന പോലെ ചൈനയിലുള്ള ആളുകളെ സഹായിക്കാനായിട്ട് ഒരു ഫണ്ട്. അപ്പോൾ ഈ മനീലയിലുള്ള ഈ കുട്ടിയും ഇതിനെക്കുറിച്ച് കേട്ടു. അവനൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അവൻ്റെ മനസ്സിലിങ്ങനെ ഇത്, അയ്യോ എൻ്റെ കൂട്ടുകാർ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ആളുകൾ ചൈനയിലുള്ളവർ വലിയ ദുരിതത്തിലാണല്ലോ, അവർ ദാരിദ്ര്യത്തിലാണ്, പട്ടിണിയിലാണ് എന്നൊക്കെ അവൻ്റെ സഭയിൽ ഇങ്ങനെ അനൗൺസ് ചെയ്ത് കേട്ടു. അവനൊരു സൈക്കിൾ വാങ്ങാനായിട്ട് കുറച്ച് പണം അവനൊരു കുടുക്കയിൽ, നമ്മുടെ ഭാഷയിൽ ഒരു കുടുക്കയിൽ ഇങ്ങനെ ശേഖരിച്ച് വെക്കുകയായിരുന്നു. അവൻ വീട്ടിൽ ചെന്ന് എന്തെന്നറിയാവോ, അവൻ്റെ ആ കുടുക്ക പൊട്ടിച്ച് ആ പണം മുഴുവനും കൊണ്ടുപോയി ഒരു ബേക്കറിയിൽ ചെന്നിട്ട് ആ ബേക്കറിയിൽ നിന്ന് ഇതിന് കിട്ടുന്ന ബ്രെഡ് എനിക്ക് തരാനായിട്ട് പറഞ്ഞു. ബേക്കറിക്കാരനോട് പറഞ്ഞു. അവർ ആ പൈസ എണ്ണ നോക്കിയിട്ട് അതിനുള്ള ബ്രെഡ് കൊടുത്തു. എന്നിട്ട് ഇവൻ ഈ ബ്രെഡും കൊണ്ട് ഈ റിലീഫ് ഫണ്ടിൻ്റെ ഓഫീസിലേക്ക് പോയി, ചൈനക്കാരെ സഹായിക്കാനായിട്ടുള്ള റിലീഫ് ഫണ്ടിൽ. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ഒരു സംഭാവനയാണ്, ഇത് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച ബ്രെഡാന്ന് പറഞ്ഞു. അവർക്ക് കൗതുകം. അവർ കൂടുതൽ ചോദിച്ചു, എടാ നിനക്ക് എവിടുന്ന ഈ പൈസ തന്നെ, വീട്ടിൽ നിന്നാണോ? അല്ല, അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ സൈക്കിൾ വാങ്ങാനായിട്ട് വെച്ചിരുന്ന ഇതാണ്, ഞാനതിന് ബ്രെഡ് മേടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമായി. അവർ പറഞ്ഞു, ഈ കുട്ടിയെ അവർ പ്രത്യേകം നോട്ട് ചെയ്തു, അഭിനന്ദിച്ചു. അവൻ മടങ്ങിപ്പോയി. അവർ പറഞ്ഞു, ബ്രെഡ് എങ്ങനെയാണ് ചൈനയിലേക്ക് അയക്കുന്നത്? ബ്രെഡ് ചൈനയിൽ ചെല്ലുമ്പോഴത്തേനും കേടായി പോവില്ലേ? അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരൊരു തീരുമാനമെടുത്തു, നമുക്ക് ഈ ബ്രെഡിന് ഒരു പ്രത്യേക പേര് കൊടുക്കാം, എന്നിട്ട് ഈ ബ്രെഡ് നമുക്ക് ലേലത്തിന് വെക്കാം. അവർ പേര് കൊടുത്തു, പാട്രിയോട്ടിക് ബ്രെഡ്, അല്ലെങ്കിൽ ദേശഭക്തിയുടെ അപ്പം, ബ്രെഡ് എന്നതിന് പേര് കൊടുത്തു. എന്നിട്ട് അവരതിനെ ലേലത്തിന് വെച്ചു. അനേക ആളുകൾ ലേലത്തിൽ പങ്കെടുത്തു. ആ കിട്ടിയ തുക അവർ റിലീഫ് ഫണ്ട് വഴിയായിട്ട് ചൈനയിലേക്ക് അയച്ചു. ഈ സംഭവം ഒരു അമേരിക്കക്കാരൻ മനീലയിൽ നിന്ന് തിരിച്ച് അമേരിക്കയിൽ ചെന്നപ്പോൾ അവരുടെ ചർച്ചിൽ പറഞ്ഞു. കാറ് നിർമ്മാതാവായിട്ടുള്ള ഹെൻറി ഫോർഡിൻ്റെ ഭാര്യ, അവരുടെ പേര് ക്ലാര എന്നാണ്. ക്ലാര ഫോർഡ് ചർച്ചിലിരുന്ന് ഈ സംഭവം കേട്ടു. ഈ കുട്ടിയുടെ സാക്രിഫിഷ്യലായിട്ടുള്ള ഗിവിങ്ങിനെ കുറിച്ച് കേട്ടു. അവർ ആ ആരാധനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു ക്രമീകരണം ചെയ്തു. ഈ കുട്ടിക്ക് മനീലയിൽ ലഭ്യമായതിൽ ഏറ്റവും വില കൂടിയ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ടുള്ള ക്രമീകരണം ഇവർ ചെയ്തു. അവിടുത്തെ കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ അവിടെ ലഭ്യമായ ഏറ്റവും നല്ല ഒരു സൈക്കിൾ വാങ്ങി ഒരു ചടങ്ങൊക്കെ ക്രമീകരിച്ച് ആ ചടങ്ങിൽ വെച്ച് ഈ കുട്ടിയെ ആദരിച്ച് കുട്ടിക്ക് സമ്മാനമായിട്ട് കൊടുത്തു. ഇവൻ്റെ ത്യാഗത്തിന് ഉള്ള ഒരു പ്രതിഫലമായിട്ട് കുട്ടി അത് വാങ്ങി. ചെറിയ കുട്ടി, ആൺകുട്ടിയാണ്. പക്ഷേ ആ സൈക്കിൾ കൊണ്ട് അവൻ വീട്ടിൽ ചെന്നിട്ട് അവൻ അവിടെ ഇരിക്കപ്പുറത്ത് കിട്ടിയില്ല. അവൻ ആ സൈക്കിള് തിരിച്ചു കൊണ്ടുവന്നു. ആ സൈക്കിള് വിറ്റിട്ട് അതിൻ്റെ തുക മുഴുവൻ ചൈനയിലുള്ള എൻ്റെ സ്നേഹിതർക്കായിട്ട് നിങ്ങൾ അയച്ചു കൊടുത്തോളാനായിട്ട് അവൻ ആവശ്യപ്പെട്ടു. അവർ വീണ്ടും സ്തബ്ധരായി തീർന്നു. അപ്പോൾ ഇത് നടന്നൊരു സംഭവമാണ്. സാക്രിഫിഷ്യൽ ഗിവിങ് എന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ്, ത്യാഗപൂർവമായിട്ട് കൊടുക്കണം പ്രിയമുള്ളവരെ. അപ്പോൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ച 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒരു പ്രമാണം സംബന്ധിച്ച്, ഒന്ന്, നമ്മൾ ഒരു മനസ്സൊരുക്കം വേണം. രണ്ടാമത് നമ്മൾ തീരുമാനം വേണം. മൂന്നാമത് ഔദാര്യമായിട്ട് കൊടുക്കണം. നാലാമത് ത്യാഗപൂർവം കൊടുക്കണം. അതൊരു ലെവലാണ്, കൊടുക്കുന്നതിൻ്റെ ഒരു ലെവലാണ്. അതിലേക്ക് നമ്മൾ എപ്പോഴെത്തും, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇനി മൂന്നാമതായിട്ട് പ്രധാനമായിട്ടുള്ള മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. കൊടുക്കുന്നതിനെ സംബന്ധിച്ചിട്ട് കൊടുക്കുന്നതിനുള്ള വഴികളെക്കുറിച്ചാണ്. എങ്ങനെയാണ് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്? കൊടുക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ അവരെ ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് ഞാൻ കൊടുക്കേണ്ടത്, എവിടെയാണ് ഞാൻ കൊടുക്കേണ്ടത്? അതിനുള്ള ഉത്തരമാണ് ഒരു 3-4 പോയിന്റുകളിലായിട്ട് ഞാൻ തുടർന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യമേ
നമ്മൾ അംഗങ്ങളായിരിക്കുന്ന സഭയിൽ നമ്മൾ കൊടുക്കണം. കർത്താവിന് നമ്മൾ കൊടുക്കുമ്പോൾ സഭയിൽ എന്തിനാണ് നമ്മൾ ഓഫറിങ് എടുക്കുന്നത്? എന്ന് വെച്ചാൽ വിശ്വാസികൾക്ക് കൊടുക്കാനാണ്. ദൈവജനത്തിൽ അങ്ങനെയാണ്. ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ നാൾ നിങ്ങൾ ചരതിച്ച് വെച്ചത് നിങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ അപ്പസ്തോലിക കാലം മുതൽ അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ട്. നമ്മൾ സഭയിൽ എന്തിനാണ് അങ്ങനെ ഒരു ഓഫറിങ് എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അത് ദൈവജനത്തിലൊരു ഇതാണ് അല്ലേ. ചിലപ്പോൾ ചില ആളുകളൊക്കെ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ആളുകളെ നിർബന്ധിക്കുന്നത്? കൊടുക്കാനായിട്ട് മനസ്സുള്ളവർ കൊടുത്തോളും, നിർബന്ധിക്കുകയൊന്നും വേണ്ട. പക്ഷേ അതൊരു പ്രാക്ടീസുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ആന്ധ്രയിലൊക്കെ പോകുമ്പോൾ അവിടെ കണ്ടിട്ടുള്ളൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഈ കൊടുക്കുന്നത് ആരാധനയുടെ ഒരു ഭാഗമാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്യുന്നതിനേക്കാൾ വളരെ ഭക്തിയോടുകൂടി അവർ ഓഫറിങ്ങിൻ്റെ ഒരു ടൈമുണ്ട്. ആ ഓഫറിങ്ങിന് അങ്ങനെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ അങ്ങനെ ലൈനായിട്ട് പോയിട്ട് ഓഫറിങ് എടുത്ത് കണ്ടിട്ടുണ്ട്. ആരാധനയുടെ ഭാഗമാണ്. അപ്പം നമ്മൾ അംഗങ്ങളായിരിക്കുന്ന സഭയുടെ നടത്തിപ്പിന്, സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിപാടിയാണ്. സഭയ്ക്ക് നമ്മൾ കൊടുക്കണം. സഭയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? സഭയുടെ സുവിശേഷ പ്രവർത്തനം നടക്കണം, സഭയുടെ വാടക, സഭയുടെ ഭക്ഷണം, സഭയുടെ എന്തെല്ലാം പരിപാടികളുണ്ട്. അതിനെങ്ങനെയാണ്? വിശ്വാസികളുടെ ഫ്രീ വിൽ ഓഫറിങ്സിലൂടെയാണ് അതൊക്കെ നിറവേറ്റപ്പെടേണ്ടത്. നമ്മൾ ഏതെങ്കിലും സംഘടനയ്ക്കൊന്നുമല്ല. ചില ആളുകളൊക്കെ പറയുന്നത് ഞാൻ ആ സംഘടനയ്ക്ക് കൊടുത്തു, ഈ സംഘടനയ്ക്ക് കൊടുത്തു. സംഘടനയൊന്നുമല്ല ദൈവത്തിൻ്റെ പരിപാടി. ദൈവത്തിൻ്റെ വർത്തമാനകാല പരിപാടി എന്ന് പറയുന്നത് സഭയാണ്. സഭയ്ക്ക് കൊടുക്കണം. അപ്പോൾ ചോദിക്കും, നമ്മൾ തീരുമാനിച്ച് മുഴുവൻ സഭയ്ക്ക് കൊടുക്കണോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. പൊതുവെ അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയില്ല. കൊടുക്കുന്നത് നമുക്ക് പ്ലാൻ ചെയ്യാം. എങ്കിലും നമ്മളുടെ കൊടുക്കലിൻ്റെ, ഗിവിങ്ങിൻ്റെ ഒരു മുഖ്യമായ പങ്ക് സഭയ്ക്ക് കൊടുക്കണം എന്നതിൽ യാതൊരു സംശയവും ഇല്ല. രണ്ടാമത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവചനം പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കണം. അങ്ങനെയാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവവചനം പഠിപ്പിക്കുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കണം. ഗലാത്യർ 6:6 വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഈ വാക്യം ഞാൻ അങ്ങനെ ഗൗരവമായിട്ട് ഈ വാക്യം ശ്രദ്ധിച്ചതിൻ്റെ ഒരു സംഭവത്തിൻ്റെ ശേഷമാണ്. നമ്മളിതൊക്കെ വായിക്കുന്നതാണെങ്കിൽ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്തൊരു ബൈബിൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പം ഒരു ആന്ധ്രാക്കാരനായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് അവനിങ്ങനെ വന്ന് വർത്തമാനം പറഞ്ഞിട്ട് അവൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ബ്രദർ എ സ്മോൾ ഫെലോഷിപ്പ്, ഒരു ചെറിയ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഷോക്കിംഗ് ആയിട്ട് തോന്നി. ഞാൻ തടഞ്ഞു. വേണ്ട എന്ന് പറഞ്ഞു. നോ ബ്രദർ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഉടനെ എന്നോട് പറഞ്ഞു, ബ്രദർ പ്ലീസ് റിസീവ്, ദിസ് ഈസ് ഗലേഷ്യൻസ് 6:6. ബ്രദറെ ഇത് സ്വീകരിക്കണം, ഇത് ഗലാത്യർ 6:6 പറഞ്ഞു. അപ്പം ഗലാത്യർ 6:6 എന്നാന്ന് എനിക്ക് ഓർമ്മയില്ല അന്നേരം. അപ്പം ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് നോക്കി, എന്താ ഈ ഗലാത്യർ 6:6? ഗലാത്യർ 6:6 വായിച്ചപ്പോൾ ഇതാണ്: വചനം പഠിപ്പിക്കുന്നവനെ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം, വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടെ, മനുഷ്യൻ വിതയ്ക്കുന്നതിനെ കൊയ്യും. ഞാൻ സത്യമായിട്ടും അന്നാണ് അങ്ങനെ ആ വാക്യത്തിൻ്റെ ഒരു ഗൗരവം, അവൻ അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നല്ലോ, അവൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയതായിരിക്കും എന്നൊരു ചിന്ത എനിക്ക് അങ്ങനെ ഉണ്ടായി. ദൈവവചനം പഠിപ്പിക്കുന്നവരെ മാനിക്കുക എന്നുള്ളത് ദൈവവചനം കൽപ്പിക്കുന്ന കാര്യമാണ്. തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 5-ാം അധ്യായത്തിൽ 17-18 വാക്യങ്ങളിൽ പറഞ്ഞു, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനെന്നുമുണ്ടല്ലോ. അങ്ങനെയാണ്. അപ്പോൾ എന്താ, ദൈവവചനം പഠിപ്പിക്കുന്നവർ, അത് മൂപ്പന്മാരായിരിക്കാം, മറ്റ് വേറെ ആരെങ്കിലും ആയിരിക്കാം. ദൈവവചനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അധ്വാനമുണ്ട്. നന്നായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് അനേകം മണിക്കൂറുകളുടെ അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ഇപ്പോൾ ഇവിടെ ക്യാമ്പിനൊക്കെ ക്ലാസ്സുകളെടുത്ത സഹോദരന്മാർ എത്ര മണിക്കൂറുകൾ അതിന് പിന്നിൽ അധ്വാനിച്ചിട്ടുണ്ടാകുന്നില്ല. അവരെ മാനിക്കുക, ഓണർ ചെയ്യുക എന്ന് പറയുന്നത് ദൈവവചനം കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മെ ദൈവവചനം പഠിപ്പിച്ചിട്ടുള്ള പഠിപ്പിക്കുന്നവരായിട്ടുള്ള ആളുകളെ നമ്മൾ മാനിക്കണം. അത് ദൈവഹിതമാണ്. ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ സഭയിലൊക്കെ സൺഡേ സ്കൂൾ എടുക്കുന്ന ടീച്ചേഴ്സൊക്കെ ഇല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കുന്നവരായിട്ടുള്ള ആളുകൾ, ആരെങ്കിലും അവരെ എപ്പോഴെങ്കിലും ഓണർ ചെയ്തിട്ടുണ്ടോ, ചെയ്യാറുണ്ടോ? പിള്ളേരെ ട്യൂഷന് വിട്ടാൽ അവർക്ക് പറയുന്ന ഫീസ് കൊടുക്കും, സ്കൂളിൽ വമ്പം ഫീസ് കൊടുക്കും. ആ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന, ദൈവവചനം പഠിപ്പിക്കുന്ന പല കുഞ്ഞുങ്ങളും സാക്ഷ്യം പറയുമ്പം പറയുന്ന, സ്നാനത്തിൻ്റെ സമയത്തൊക്കെ പറയുന്നത്, എങ്ങനെയാണ് മോനെ രക്ഷിക്കപ്പെട്ടെ, അല്ലെ എങ്ങനെയാണ് മോളെ രക്ഷിക്കപ്പെട്ടെ? അത് സൺഡേ സ്കൂളിൽ ഇന്ന ടീച്ചർ, ഇന്ന സഹോദരി എന്നോട് സുവിശേഷം പറഞ്ഞു.
പേരൻസിനേക്കാൾ കൂടുതൽ സൺഡേ സ്കൂളിൽ അവരൊക്കെയാണ് സുവിശേഷം പറഞ്ഞ് കുഞ്ഞുങ്ങളെ രക്ഷയിലേക്ക് നടത്തി. അപ്പോൾ അങ്ങനെ ദൈവവചനം പഠിപ്പിച്ച അവരെ എപ്പോഴെങ്കിലും ഓണർ ചെയ്തിട്ടുണ്ടോ അല്ലെ ചെയ്യാറുണ്ടോ? എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത തോന്നിയതാണ്. അതൊരു വലിയൊരു കാര്യമല്ലേ അവർ ചെയ്യുന്ന ശുശ്രൂഷ. പ്രതിഫലമൊക്കെ ദൈവമാണ് തരുന്നത്, അതിനെക്കുറിച്ചൊന്നും അല്ല പറയുന്നത്. പക്ഷേ നമ്മൾ അവരെ ഓണർ ചെയ്യണ്ടേ? വല്ല സൺഡേ സ്കൂൾ ആനിവേഴ്സറിക്കും എങ്ങാനും വല്ല ഒരു ഗിഫ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ഒന്ന് മേടിച്ച് അവർക്ക് കൊടുത്താലായി എന്ന് മാത്രമേ ഉള്ളൂ. ദൈവജനം പറയുകയാണ്, ദൈവജനം പഠിപ്പിക്കുന്നവരെ ഓണർ ചെയ്യണം. വേറെ ഒരു കാര്യം വേഗം ഞാനങ്ങ് പറയുകയാണ്, സമയം ആകുന്നല്ലോ. സുവിശേഷ പ്രവർത്തനത്തെയും സുവിശേഷ വേലക്കാരെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ദൈവജനം കൽപ്പിക്കുന്നുണ്ട്. സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്ന എല്ലാ വിശ്വാസികളുടെയും ഉത്തരവാദിത്വമാണ്. ചില ആളുകൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം താല്പര്യത്തോടെ അല്ലെങ്കിൽ ദൈവവിളിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിഞ്ഞു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് സഹവിശ്വാസികളുടെ സഭകളുടെയൊക്കെ ഒരു ഉത്തരവാദിത്വമാണ്. കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു, 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യത്തിൽ പറഞ്ഞു, ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നുവെന്നും യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാരാകുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അതുപോലെ കർത്താവ് സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ്. വേറെ ഒരു കൂട്ടരും കൂടെ ഉണ്ട്, പുതിയ നിയമത്തിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്, ദരിദ്രരായ സഹോദരരെ ഓർത്തുകൊള്ളണം എന്നാണ്. പഴയ നിയമത്തിലുണ്ട്, ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ഇടയിലുള്ള ദരിദ്രനെ മറക്കരുത്, അവന് നീ കൊടുത്തേ മതിയാകൂ, അവന് നീ കൊടുക്കുമ്പോൾ അങ്ങനെ ഉദാസീനത വിചാരിക്കരുത്, അവൻ ദൈവത്തോട് നിനക്കെതിരായിട്ട് നിലവിളിച്ചിട്ട് അത് നിനക്ക് പാപമാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക, നീ ദരിദ്രന് കൊടുത്തേ മതിയാകൂ എന്ന് കൽപ്പനയുണ്ട്. പുതിയ നിയമത്തിലും അതേ പ്രമാണമുണ്ട്. പൗലോസ് പറഞ്ഞു, ദരിദ്രരെ ഓർത്തുകൊള്ളണമെന്ന് മാത്രം അവർ പറഞ്ഞു, അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു. ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ കൊടുക്കൽ പ്ലാൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. വിവിധ വഴികളിൽ തീർച്ചയായിട്ടും സഭയിൽ നമ്മൾ കൊടുക്കണം, നമ്മൾ ദൈവവചനം പഠിപ്പിക്കുന്നവരെ ഓണർ ചെയ്യണം, സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് സുവിശേഷ വേലക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മളുടെ ഇടയിലുള്ള ദരിദ്രരെ, അത് സഹോദരങ്ങളായിരിക്കാം അല്ലെങ്കിൽ സമൂഹത്തിലുള്ളവരായിരിക്കാം, അവരുടെ നേരെ കണ്ണടയ്ക്കുവാനായിട്ട് ദൈവവചനം നമ്മളെ അനുവദിക്കുന്നില്ല. അവസാനമായിട്ട് കൊടുക്കുന്നതിൻ്റെ അനുഗ്രഹങ്ങൾ കൂടെ ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് അങ്ങ് പറയാം. കൊടുക്കുന്നതിൻ്റെ അനുഗ്രഹങ്ങൾ, കൊടുക്കുന്നത് സമഗ്രമായിട്ടുള്ള അനുഗ്രഹത്തിന് മുഖാന്തരമാണ്. സമഗ്രമായിട്ടുള്ള അനുഗ്രഹത്തിന് 2 കൊരിന്ത്യർ 9-ാം അധ്യായം, അത് ഈ 8-9 അധ്യായം ഈ വിഷയം സംബന്ധിച്ച് വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. സമയത്തിൻ്റെ കുറവ് പോലെ അതിനെക്കുറിച്ച് ഒത്തിരി പറയാൻ പറ്റുന്നില്ല. 2 കൊരിന്ത്യർ 9-ന്റെ 7-8 വാക്യങ്ങളിൽ പറഞ്ഞു, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നതിനെ ദൈവം സ്നേഹിക്കുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവത്തിന് കൊടുത്താൽ ദൈവം അനുഗ്രഹിക്കും. അവിടെ പറയുകയാണ്, സകലത്തിലും 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 എന്ന് 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണ തൃപ്തി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സമഗ്രമായ അനുഗ്രഹം. പ്രോസ്പെരിറ്റി തിയോളജി ഒന്നുമല്ല പറയുന്നത്, അതൊന്നും വേണ്ട. ദൈവം അനുഗ്രഹിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ അത് മുഴുവൻ സമ്പത്തായിട്ട് അനുഗ്രഹിക്കുന്നൊന്നുമല്ല. സമഗ്രമായ അനുഗ്രഹം, നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹം വരികയാണ്. സന്തോഷം, സമാധാനം, നല്ല കുടുംബ ജീവിതം, അതൊക്കെയല്ലേ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിനെ കൊടുത്തു മാനിച്ചാൽ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സദൃശ്യവാക്യക്കാരനും പറഞ്ഞു, നമ്മൾ വായിച്ച വാക്കിൻ്റെ ശേഷം പറഞ്ഞു, അങ്ങനെ നിൻ്റെ കളപ്പുരകൾ നിറഞ്ഞു കവിയും നിൻ്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും എന്ന് പറഞ്ഞു. ഭൗതികമായ അനുഗ്രഹം മാത്രമല്ല, ആത്മീയമായിട്ട് സമഗ്രമായ രീതിയിൽ നമ്മളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും പ്രിയമുള്ളവരെ. എന്നാൽ കൊടുക്കാതിരിക്കുന്നത് അത് ശാപമാണ്. ഹഗായിയുടെ പുസ്തകത്തിൽ പറഞ്ഞു, കൂലിക്കാരൻ ഓട്ടസഞ്ചിയിലിടുവാൻ കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞു. കർത്താവിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ ലുബ്ധിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് നന്നാകാനായിട്ട് സാധിക്കില്ല. ഗലാത്യ ലേഖനത്തിലെ വാക്യമില്ലേ, വഞ്ചനപ്പെടാതിരിപ്പിൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ എന്ന് പറഞ്ഞാൽ ദൈവത്തെ കളിപ്പിക്കാനിടുന്നു ആർക്കും പറ്റില്ല കേട്ടോ. നിങ്ങൾ പറയുന്ന മുട്ടാനായങ്ങളൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ വില പോകുമൊന്നുമില്ല. കർത്താവിന് കൃത്യമായിട്ട് കൊടുക്കാതെ, ആ കൊടുക്കാതിരിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ന്യായങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് സ്വയം പറഞ്ഞ് ആശ്വസിക്കുകയോ
മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റുമൊന്നുമില്ല, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്നിട്ട് മലാഖിയുടെ പുസ്തകത്തിൽ ചോദിച്ചു, മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? രസകരമായിട്ടുള്ള വാക്യങ്ങളാണ്. എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു, ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് അവർ ചോദിച്ചു. അപ്പം പറഞ്ഞു, ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരായിരിക്കുന്നു എന്ന് പറഞ്ഞു. കൊടുക്കുന്നത് അനുഗ്രഹമാണ്, കൊടുക്കാതിരിക്കുന്നത് ശാപമാണ്. ഞാനതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. ഏതാനും മിനിറ്റുകൾ കൊണ്ട് കൺക്ലൂഷൻ അങ്ങ് പറയാം. കർത്താവിന് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ പല കാര്യങ്ങൾ കണ്ടു. അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രമാണങ്ങളും കൊടുക്കാനായിട്ടുള്ള വഴികളുമൊക്കെ നമ്മൾ കണ്ടു. പ്രിയമുള്ളവരെ, മക്കതോന്യ സഭകളുടെ ദൃഷ്ടാന്തത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ നമുക്ക് പറയാതെ പോകാനായിട്ട് സാധിക്കില്ല. പൗലോസ് പറഞ്ഞു, 2 കൊരിന്ത്യർ 8:5 പറഞ്ഞു, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. മക്കതോനിയരുടെ വലിയ ഒരു മാതൃകയാണ്. എന്താണ്? അവർ മുമ്പേ എന്ന് പറഞ്ഞാൽ ദേ ഫസ്റ്റ് ഗേവ് ദംസെൽവ്സ് ടു ഗോഡ്. ആദ്യമേ അവർ സമ്പൂർണ്ണമായിട്ട് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു, അതിനുശേഷം ഞങ്ങൾക്ക്. മക്കതോനിയ വിശ്വാസികൾ അവരെത്ര ആത്മീക പക്വതയുള്ള വിശ്വാസികളായിരുന്നു. അവർ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്തു. എന്താണ്? ആദ്യം അവരെ സമ്പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചു. സ്പർജൻ അതിനെക്കുറിച്ച് പറഞ്ഞു, ഇത് ബെസ്റ്റ് ഡൊണേഷൻ എന്ന് പറഞ്ഞു. എന്താണ് ബെസ്റ്റ് ഡൊണേഷൻ? നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക, അതാണ് ബെസ്റ്റ് ഡൊണേഷൻ. അതിനുശേഷം നിങ്ങളുടെ പണം കൊടുത്തേച്ചാൽ മതി. ആരെങ്കിലും തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാതെ അവരുടെ കൈവശമുള്ള പണം കൊടുത്താൽ ദൈവത്തിന് അത് സ്വീകാര്യമാകും. അതിൽ ആ ഗിവിങ്ങിൽ വല്ല സന്തോഷമുണ്ടോ? അത് ദൈവത്തിന് പ്രസാദകരമാകില്ല. അവർ ആദ്യമേ കൊടുക്കേണ്ടത് ആദ്യമേ തന്നെ കൊടുത്തു. പ്രിയമുള്ളവരെ, അപ്പോൾ ആ വാക്യങ്ങൾ, അതിൻ്റെ ശേഷം വാക്യങ്ങൾ വായിക്കുമ്പം അവരുടെ കൊടുക്കൽ, അതിൻ്റെ പിന്നിലുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് കർത്താവിനോടുള്ള സ്നേഹമായിരുന്നു. കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അതിനാൽ പ്രചോദിപ്പിക്കപ്പെട്ടിട്ടാണ് മക്കതോനിയ വിശ്വാസികൾ കർത്താവിന് കൊടുത്തത്. അത് അവരെ സംബന്ധിച്ചുള്ളൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമേ ആയിരുന്നില്ല. നമ്മൾ കൊടുക്കുമ്പോൾ പ്രമാണങ്ങളൊക്കെ പറഞ്ഞു, കർത്താവിനോടുള്ള സ്നേഹത്താൽ പ്രചോദിപ്പിക്കപ്പെട്ടിട്ടാണോ നമ്മൾ കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഒരു സന്തോഷകരമായ ഒരു ശുശ്രൂഷ, ഒരു ആരാധനയായിരിക്കും പ്രിയമുള്ളവരെ. ഇല്ലെങ്കിൽ അത് അങ്ങനെ ആയിരിക്കില്ല. ആഫ്രിക്കയിൽ ഒരു മിഷൻ ഹോസ്പിറ്റലിൽ നടന്ന ഒരു സംഭവമുണ്ട്. ഒരു ദിവസം രാവിലെ 2 മെലിഞ്ഞ പണിക്കാർ ഈ ഹോസ്പിറ്റലിൽ വന്നു. അവിടുത്തെ ഇൻചാർജായിട്ടുള്ള ഡോക്ടറെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, സർ, എന്തെങ്കിലും ജോലി തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എന്ത് ജോലി നിങ്ങൾ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, സാറ് തരുന്ന എന്ത് ജോലി ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സന്തോഷമായി. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് യാർഡിൽ കുറേ വേസ്റ്റ് മാറ്റിക്കളയാനായിട്ടുണ്ടായിരുന്നു. അത് മാറ്റാനായിട്ടൊന്നും പണിക്കാരെ കിട്ടാതിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, കാണിച്ചു, ഇത് നിങ്ങൾ മാറ്റുമെന്ന് ചോദിച്ചു. ഓ, മാറ്റാമെന്ന് പറഞ്ഞു. അദ്ദേഹം അതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അവർ 2 പേരും വളരെ ഉത്സാഹത്തോടു കൂടി ആ വേസ്റ്റ് അവിടെ നിന്ന് മാറ്റി അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്തു. ഉച്ചയ്ക്ക് അദ്ദേഹത്തിന് അവരോട് കരുണ തോന്നി ഭക്ഷണമൊക്കെ കൊടുത്തു. വൈകിട്ട് അവർക്ക് കൂലി കൊടുത്തു. കൂലി നാണയങ്ങളായിട്ടാണ് കൊടുക്കുന്നത്. ആഫ്രിക്കയിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. നാണയങ്ങളായിട്ടാണ് ഈ കൂലി കൊടുത്തത്. അവർ വളരെ സന്തോഷത്തോടെ അവർ ആ കൂലി അങ്ങനെ മേടിച്ചിട്ട് ഇവർ 2 പേരും ആ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൽ ഒരു മൂലക്കേക്ക് പോയി. ഈ ഡോക്ടർക്ക് കൗതുകം തോന്നിയതുകൊണ്ട് ഡോക്ടർ അവരെ ഇച്ചിരി മാറി നിന്ന് അങ്ങനെ നിരീക്ഷിച്ചു. അവരവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ പോയിരുന്ന് ആ നാണയങ്ങൾ അവിടെ കുടഞ്ഞിട്ട് അവർ ഓരോരുത്തരും അവർക്ക് കിട്ടിയ കൂലി ഇങ്ങനെ 2 ഭാഗമായിട്ട് വിഭാഗിക്കുന്നത് കണ്ടു. ഏതാണ്ട് പകുതിയോളം വരുന്ന രീതിയിൽ അവരത് വിഭാഗിച്ചു. ഈ ഡോക്ടർ അവരുടെ അടുത്ത് ചെന്നു. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? എന്തിനാ അതങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞങ്ങൾ കർത്താവിനുള്ളത് മാറ്റി വെക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, അയ്യോ, അത്രയൊന്നും കർത്താവിന് കൊടുക്കണ്ട, കർത്താവിന് നിങ്ങൾ 10% കൊടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഒരു വിശ്വാസമാണ്, ഈ ഡോക്ടർ. അപ്പോൾ അവർ പറഞ്ഞ മറുപടി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. എന്താണ് അവർ പറഞ്ഞതെന്നറിയോ? ഓ നോ, വി ലവ് ഹിം മച്ച് മോർ ദാൻ ദാറ്റ്. ഓ, അങ്ങനെയല്ല, അതിലൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾ അവനെ സ്നേഹിക്കുന്നു എന്ന് അവർ പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മളുടെ കൊടുക്കൽ അത് കർത്താവിനോടുള്ള സ്നേഹത്താൽ പ്രചോദിപ്പിക്കപ്പെട്ടതായിരിക്കട്ടെ. നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ദൈവം സന്നിധിയിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ,
ദൈവസന്നിധിയിൽ വിശ്വസ്തമായിട്ട് കൊടുക്കുന്നവരായിരിക്കുവാൻ, അങ്ങനെ ദൈവത്തെ മാനിക്കുന്നവരായിരിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ ജോസൂട്ടി സോരനിലൂടെ കർത്താവിന് കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ കേൾക്കുകയായിരുന്നു. പ്രിയ ജോസൂട്ടി സോരനുള്ള നന്ദി അറിയിക്കുകയാണ്. നമ്മൾ കൊടുക്കുക, കർത്താവിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നതാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. നമ്മളിവിടെ നിക്ഷേപിക്കാതെ സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നവരായിട്ട് തീരണം. സ്വർഗത്തിലൊരു ബാങ്കുണ്ട്, ദൈവോടെ അതങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്. അത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് കുറേ തിരിച്ചു തരും, പക്ഷെ കൊടുത്താൽ മാത്രമേ തിരിച്ച് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ എങ്ങനെ കൊടുക്കണം, ഏത് രീതിയിൽ കൊടുക്കണം, മനസ്സോടെ കൊടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. നമ്മളങ്ങനെ ആയിത്തീരാം. കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് കൊടുക്കണം, സഭയിലൂടെ കൊടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കേട്ടു. നമ്മളത് വളരെ ഗൗരവമായിട്ട് തന്നെ ഈ വിഷയങ്ങളെ മനസ്സിലെടുത്ത് അങ്ങനെ കൃത്യമായിട്ട് കണക്കൊക്കെ വെച്ച് കർത്താവിന് കൊടുക്കുന്നവരായിട്ട് തീരണം. ദൈവരാജ്യത്തിൻ്റെ പണിക്കായിട്ട് നമ്മൾ ധാരാളമായിട്ട് കൊടുക്കുന്നവരായിട്ട് തീരണം. കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ.